ഹലോ, അസ്സലാമു അലൈക്കും. ഒത്തിരി പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇടാനായിട്ട്. അതും ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 ടൈപ്പ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇതാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഫ്രൂട്ട്സ് അങ്ങനെ ആ താഴെ പോയി അടിഞ്ഞു കൂടി കിടക്കുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെയും നല്ല മിക്സ് ആയിട്ട് അടിപൊളിയായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് കറക്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. ഇതിന് നമുക്ക് ബീറ്ററോ ഓവനോ ഒന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സോക്ക് ചെയ്യുന്നൊന്നും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാനിൽ 1/2 കപ്പ് മഞ്ഞ കളറുള്ള മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഈന്തപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ട്, ഈന്തപ്പഴം 1/4 കപ്പ് മതി, കൂടുതൽ വേണ്ട. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് കറുത്ത റേസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. കറുത്ത ഉണക്കമുന്തിരിയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി. നിങ്ങളുടെ അടുത്ത് മിക്സ്ഡ് ആയിട്ടുള്ള കളർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ ആണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം, അത്രയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മെൽറ്റ് ആയിട്ട് വേവാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വേവും. ഇപ്പൊ കണ്ടില്ലേ, അത്യാവശ്യം ഒന്ന് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലപോലെ വെള്ളം പോലെ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം, ബേക്കിംഗ് സോഡ. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു വരും. ഇനി അത് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് പിടിക്കും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ചൂടാറാൻ വേണ്ടി നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഞാനിത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ഇനി ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷുഗർ ഒട്ടും തന്നെ കരിഞ്ഞു പോയത്. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യത്തെ തവണ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കളർ ആക്കാൻ വേണ്ടി നിന്ന് ചിലപ്പം കരിഞ്ഞു പോകും. അപ്പൊ ഈ ഒരു കളർ ആവുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ഒരു കളർ മതി കേട്ടോ. ഒത്തിരി ബ്ലാക്ക് കളർ ആവാൻ നിന്നാൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ കയ്പ്പ് വരും, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പതഞ്ഞ് മേലോട്ട് വരും, ശ്രദ്ധിക്കുക. ഇച്ചിരി മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചൂടാക്കി കൊടുക്കുകയും വേണം. വെള്ളം ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചാൽ മതി. നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആദ്യത്തെ 2 സ്റ്റെപ്പും ചെയ്ത് ഫുള്ള് ചൂടാറാൻ വെക്കണം. അപ്പൊ ഇനി നമ്മൾ ഇതേ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജാതിക്കയും ഗ്രാമ്പും കൂടി പൊടിച്ചതും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പൊ ജാതിക്ക ഇല്ലെങ്കിൽ ഗ്രാമ്പും പട്ടയും കൂടി ഒരുമിച്ച് പൊടിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ സ്പൈസസും ചേരുമ്പോഴാണ് ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ എല്ലാം മാക്സിമം ചേർക്കാൻ നോക്കുക. ഇനി നമുക്ക് ഈ പൊടി അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 മുട്ടയൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ബീറ്റർ ഒന്നും ആവശ്യമില്ല, അല്ലാതെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടേ ഉണ്ടാവുക. ഞാൻ ഇപ്പൊ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാനായിട്ട്.
അപ്പൊ നന്നായിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് നാരങ്ങയുടെ തൊലി ഒന്ന് ചുരണ്ടി എടുത്താണ്. നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിന്റെ ആയാലും കുഴപ്പമില്ല. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൊലി ചുരണ്ടുന്ന സമയത്ത് ഉള്ളിലത്തെ വെള്ള ഭാഗം വരാതെ ശ്രദ്ധിക്കുക. വെള്ള ഭാഗം വന്നു കഴിഞ്ഞാൽ കയ്പ്പ് ചുവ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമുക്ക് ബേക്കിംഗ് ടൂൾസ് ഒന്നും അങ്ങനെ ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട്. ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യാം. ഒരുപാട് ഇളക്കി മിക്സ് ചെയ്യരുത്. ഞാനിത് സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ സാധാരണ കേക്ക് ബാറ്റർ പോലെ ലൂസ് ആയിട്ടല്ല ഉണ്ടാവുക, കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. മാവ് ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുമ്പോൾ എല്ലായിടയും കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ലൂസായ മാവാണെങ്കിൽ എല്ലാം അടിയിൽ പോയി അടിഞ്ഞുകൂടി കിടക്കും, മേലെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതേ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി ലൂസാക്കി എടുക്കരുത്. അപ്പൊ നിങ്ങൾ ഒരുപാട് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ ഷുഗർ സിറപ്പ് കുറച്ച് ചേർത്തിട്ട് മിക്സ് ആക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണേലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ റെഡിയായി. ഞാനിവിടെ ഒരു 7 ഇഞ്ചിന്റെ കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട്, ബട്ടർ പേപ്പർ നിർബന്ധമാണ്, കാരണം കുറെ നേരം നമുക്ക് വേവിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനകത്തോട്ട് ഞാൻ ഇത് ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ചെറീസ് ഒക്കെ വെച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഓവനിൽ ചെയ്യുന്നില്ലെങ്കിലും ഓവനിൽ ചെയ്യുന്ന അതേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ മുമ്പ് ഒത്തിരി കേക്ക് ചെയ്തിട്ടുള്ളല്ലോ ഓവൻ ഇല്ലാതെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബിരിയാണി പോട്ടിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ പുതിയൊരു പോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പഴയതുണ്ടെങ്കിൽ അത് എടുക്കുക. കാരണം ഞാൻ ഇത് ഇതിനു വേണ്ടി മാത്രം വാങ്ങിച്ചിട്ടുള്ളതാണ്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ള ഒരു പാത്രമാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ബേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പഴയ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക പാത്രം. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് കേക്ക് ടീൻ ഇറക്കി വെക്കുന്നത്. അത് ഒരു റിങ് ഇട്ടിട്ട് അതിന്റെ മേലെ വേണം നമ്മൾ ഇറക്കി വെക്കാനായിട്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി പോട്ട് ഇല്ലെങ്കിൽ ഇഡ്ലി ചെമ്പിലോ കടായിലോ ഏതിലാന്ന് വെച്ചാൽ ഈ പാത്രം ഇറങ്ങണത് ചെയ്താൽ മതി. അപ്പൊ ഞാനിത് ഏകദേശം ഒരു 40-45 മിനിറ്റ് എനിക്ക് വന്നിട്ടുള്ളൂ ഇത് വേവാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചിട്ടുള്ളത്. അപ്പൊ ഒട്ടും കരിഞ്ഞിട്ടൊന്നും ഇല്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പൊ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ 7 ഇഞ്ച് പാൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ബേക്ക് ആയത്. നിങ്ങൾ 6 ഇഞ്ചിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറിന്റെ അടുത്ത് എടുക്കും. അപ്പൊ പാത്രത്തിനനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് തുറന്ന് നോക്കുകയും ചെയ്യരുത്. ഒരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പൊ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഇന്നലെ നൈറ്റ് ആണ് ഉണ്ടാക്കിയത്. ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും നല്ല ചൂടൊക്കെ ആറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് അടിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടും കരഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ ഒരൊറ്റ കാര്യമുള്ളൂ, മൈദ ചേർക്കുന്നതിന്റെ ഡബിൾ ആയിരിക്കണം ഫ്രൂട്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 1 കപ്പ് മൈദക്ക് നമ്മൾ 2 കപ്പ് നിർബന്ധമായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവണം. അപ്പൊ ഞാൻ 2.25 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, എവിടെയും അടിഞ്ഞു കൂടുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരുടെയും ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു റേഷ്യോ, മൈദയും ഫ്രൂട്ട്സും ആ ഒരു റേഷ്യോയിൽ എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണ്. നല്ല ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പ്ലം കേക്ക് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പറഞ്ഞ രീതിയിൽ അളവുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവും. കാരണം കുറച്ച് ടഫാണ് പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് റെഡി ആവാന്നുള്ളത്. അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം, പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. അപ്പൊ മറ്റൊരു കിടുക്ക വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.